സ്റ്റാർട്ടപ്പിന്റെ ലോകത്ത് നമ്മൾ ഇന്നോവേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യമാണ് AI, ഗാഡ്ജറ്റ്സ്, റോബോട്ട്സ്. പക്ഷേ ഈ ഇന്നോവേഷൻസ് സ്കിൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതും ആവാം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാനായി വരുന്നു ഡെറാഡൂണിൽ നിന്നുള്ള ഓണ്ടർപ്രണർ സാക്ഷി മൽഹോത്ര. ഒരു പ്ലാൻ ഉണ്ടാക്കണമെന്ന കാര്യം എന്തായാലും തീരുമാനിച്ചു. പക്ഷേ ആ ജേർണി ഒരു സ്ത്രീക്കും പുരുഷനും വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു സാധാരണ സ്ത്രീക്ക് ഇതിൽ ഈ ഒരു യാത്രയിൽ ബുദ്ധിമുട്ടേറെയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ ആ ലേഡിയെ. അവർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മദർ ഗിറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ഓൾവേസ് ബീങ് ക്വസ്റ്റ്യൻഡ്. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ സബാറ്റിക്കൽ എടുത്തു ആൻഡ് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ ഫുൾ ഓൺ മദർ മോഡ് റോളിലേക്ക് പോവുകയാണ്. അതിനുശേഷം 1-2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഇതും എനിക്ക് ചെയ്യേണ്ടതല്ലായിരുന്നോ? എൻ്റെ ഉള്ളിൽ ഇതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. എന്തായാലും മെന്റൽ ലോഡ് ഉണ്ട്. സ്ട്രെസ് ഇസ് നോട്ട് ദ സെയിം. While a man on the other hand can focus straight and the system is designed for him to succeed. അപ്പോ മെയിലിഗോ ഇസ് എ റിയാലിറ്റി. എത്രയോ പ്രാവശ്യം വെണ്ടർമാരുമായി സംസാരം ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഡെലിവർ ആയില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ ഫോർ ദ അതർ പേഴ്സൺ. ഞാനൊന്ന് ഉച്ചത്തിൽ സംസാരിച്ച the same person talking to my husband on phone will react better. അവരുടെ ഒരു സിസ്റ്റത്തിൽ ഇൻഗ്രെയിൻഡ് ആണ് ഇവിടെ സ്ത്രീകൾക്കുള്ള സ്ഥലമല്ല. ഇവരെന്തിനാ അതിൽ വന്നിരിക്കുന്നത്? സാക്ഷി, ഞങ്ങളുടെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു പ്രതീക്. താങ്ക് യു സോ മച്ച്. റെഡിയാണല്ലോ? തീർച്ചയായും റെഡിയാണ്. എന്നാ ഓക്കെ, ഗുഡ് ലക്ക്. ഹായ്, ഐ എം സാക്ഷി. ഇന്ന് ഞാൻ ഇവിടെ മോഡേൺ ലേഡി ഓഫ് ദ ഹൗസിന്റെ ചില പ്രശ്നങ്ങൾ തീർക്കാൻ വന്നിരിക്കുകയാണ്. മൾട്ടി ടാസ്കിംഗ്, എപ്പോഴുമുള്ള ഓട്ടപ്പാച്ചിൽ, വീട്, ജോലി, കുട്ടികൾ. ഇതിന്റെ ഇടയിൽ 5 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ. സീരിയസ്ലി? സ്ട്രെസ്. നമ്മൾക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. എനിക്ക് സ്ട്രെസ് ഉണ്ട്, എന്റെ ഹസ്ബൻഡിന് സ്ട്രെസ് ഉണ്ട്, കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ട്, എന്റെ അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ട്. എന്തിനു പറയുന്നു, എന്റെ ഡോഗിന് വരെ സ്ട്രെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശാന്തിയും സമാധാനവും എവിടെയാണുള്ളത്? കൺഫ്യൂഷൻ. ഇത്രയേറെ പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാവരും അവരെ തന്നെ ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ആയിട്ട് കണക്കാക്കുന്നു. ഇതിലിപ്പോ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ക്വിക്ക് ഫിക്സസ്. ഇവയുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻസ് ഓവർനൈറ്റിൽ ഗ്ലോ കൊണ്ടുവരുമെന്ന് ഉറപ്പായും പറയുന്നു. ഇത് സ്കിൻ കെയറോ മാജിക്കോ? മനസ്സിലായില്ലേ ടൈറ്റൻസ്? ഇഷ്ടം പോലെ പ്രോമിസസ്, പക്ഷെ സിമ്പിൾ നാച്ചുറൽ സൊല്യൂഷൻസ് മിസ്സിംഗ്. ഓണസ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി മിസ്സിംഗ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ദ ബ്ലൂ പോണ്ട്. ദ ബ്ലൂ പോണ്ട് വെറും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ഒറിജിനലും ഇഫക്റ്റീവുമായ സ്കിൻ കെയർ ആൻഡ് വെൽനസ് പ്രോഡക്ട്സ് ആണ്. ഞങ്ങളുടെ ഹോളിസ്റ്റിക് ഫോർമുലേഷൻസ് ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. പാക്കേജിന്റെ പുറത്ത് ഇൻഗ്രീഡിയൻസിന്റെ ഫുൾ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. എത്ര ഓർഗാനിക് പെർസെന്റേജ്, എത്ര നാച്ചുറൽ പെർസെന്റേജ് എന്ന് കൺസ്യൂമേഴ്സിന് ഇതിന്റെ പാക്കേജിൽ തന്നെ അറിയാൻ പറ്റും. ജീവിതത്തിന്റെ നോയ്സിൽ ദ ബ്ലൂ പോണ്ട്, ഒരു പീസ്ഫുൾ പോസ്. സാക്ഷി മാഡം, നിങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയൂ. ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. കോളേജ് ഓഫ് ആർട്സിൽ ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അതിനുശേഷം ഞാൻ അഡ്വർടൈസിംഗിൽ ഒരു വലിയ സ്റ്റിന്റ് ചെയ്തു. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ഞാൻ കുറേ ലക്ഷറി ബ്രാൻഡ്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ ലക്ഷറി ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ മനസ്സിലൊരു കരട് വീണു. അതായത് ഇന്ത്യയിൽ അധികം ലക്ഷറി ബ്രാൻഡ്സ് ഇല്ല. അതിനുശേഷം ഐ സ്റ്റാർട്ടഡ് കൺസൾട്ടിങ് ലോട്ട്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ബ്രാൻഡ്സ് ഓൺ ദെയർ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്. ദാറ്റ്സ് വെയർ ദ ഏർജ് ഓഫ് സ്റ്റാർട്ടിങ് സംതിങ്, a brand of my own started. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? I am solopreneur at the moment. അപ്പോൾ ഈ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്നാണോ? എല്ലാത്തിനും കൂടെ എത്ര സമയം എടുത്ത് കാണും? തുടക്കത്തിൽ സമയമെടുത്തു, അതായത് 3 മാസത്തോളമൊക്കെ എടുത്തു. ഇൻ കൈൻഡ് ഓഫ് വിഷ്വലൈസിംഗ് ആൻഡ് എൻവിസേജിംഗ് ദ പ്രോഡക്റ്റ് ഡിസൈനിൽ മാത്രമല്ല, ഫോർമുലേഷൻസ്, എവറിത്തിങ്. ഐ ഡിഡ് മൈ സർട്ടിഫിക്കേഷൻ ഇൻ അരോമതെറാപ്പി ടു ബി ഏബിൾ ടു കൈൻഡ് ഓഫ് ടു ഡിവൈസ് എന്തൊക്കെ സൊല്യൂഷൻസ്, എന്തൊക്കെ കാറ്റഗറിയിൽ ഉണ്ടാക്കണം, പ്രോഡക്ട്സിന്റെ റേഞ്ച് എന്തായിരിക്കണം. വി ഓൾവേസ് ഹാഡ് ദിസ് ഇൻ മൈൻഡ് ദാറ്റ് ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. സാക്ഷി മാഡം, ഇത്രയ്ക്കും ഉജ്ജ്വലവും ഗംഭീരവുമായ ഒരു യാത്ര ഒറ്റയ്ക്ക് തന്നെ പിന്നിട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. വീട്ടിൽ നിന്നും നിങ്ങളെ ഇപ്പോൾ ഒരുപാട് പേര് വേദിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് വനിതകളുണ്ട്, പലർക്കും ഒരുപാട് പദ്ധതികളും ഉണ്ട്. അവരിൽ പലരും ഓൾറെഡി അവരുടെ യാത്ര തുടങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരു സ്ത്രീക്ക് ഒരു സ്ഥലത്തെത്താൻ ഒരു പുരുഷനേക്കാൾ ഡബിൾ ദ എഫേർട്ട് ആൻഡ് ഡബിൾ ദ ടൈം എടുക്കും. നമ്മുടെ കുറച്ച് പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ദാറ്റ് സൊസൈറ്റി ജസ്റ്റ് അസ്യൂംസ് അപ്പോൺ അസ്. ഇത്രയുണ്ട്, ഇത് കൂടാതെ ഇത്രയും ചെയ്യണം. പക്ഷെ നിൽക്കരുത്, ഒരിക്കലും നിൽക്കരുത്. ബിക്കോസ് ഒരു കംപ്ലീറ്റ് ജീവിതം ജീവിക്കേണ്ടേ, നമ്മുടെ മനസ്സിലുള്ള എല്ലാം ചെയ്യണ്ടേ നമുക്ക്. സാക്ഷി മാഡം ഇത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇത് വളരെ ഡീപ്പും ഇമ്പോർട്ടൻറ്റും ആണ്. ഒരിക്കലും നിന്ന് പോകരുത്, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആഗ്രഹത്തിനുള്ള ചികിത്സ. താങ്ക് യു വെരി മച്ച് സാക്ഷി മാഡം. കാണുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ പാക്കേജിങ്ങും പിന്നെ ബ്ലൂ കളറും ബ്രാൻഡും ഇത് വളരെ എവിഡന്റ് ആണ്. ആൻഡ് ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ കളർ, ബ്രിങ്സ് ഔട്ട് ദ ലക്ഷറി ഓൾസോ. യെസ്, എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഈ പ്രോഡക്റ്റും മാർക്കറ്റിൽ ഇതുപോലെയുള്ള ബ്രാൻഡ്സും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ നിങ്ങൾ ഈ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു R&D ഫേസിനെ കുറിച്ചും പറയാമോ? ട്രാൻസ്പെറൻസിയും ഓണസ്റ്റിയും അഥവാ ട്രസ്റ്റ് ത്രൂ ട്രാൻസ്പെറൻസി ഈസ് വൺ ഓഫ് അവർ മോഡ്സ്. പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഗോ ടു സം ഗ്ലോബൽ ഇന്റർനാഷണൽ ബോഡീസ്. കാരണം ഇന്ത്യയിൽ മാൻഡേഷൻസ് അത്രക്കില്ല ഇപ്പോൾ. ബട്ട് ഇഫ് യു ഗോ ടു യൂറോപ്പ്, US, അവർക്ക് കുറെ മാൻഡേറ്ററി ബോഡീസ് ഉണ്ട്. സോ വി ആക്ച്വലി ഗോ ടു ഫ്രഞ്ച് ബോഡി. അവർ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫോർമുലേഷൻസിന്റെ പാക്കേജിങ്ങിനെ ഒക്കെ വാലിഡേറ്റ് ചെയ്യും. പിന്നെ പ്രൊഡക്റ്റിന്റെ മുകളിൽ കുറെ പ്രൊഡക്റ്റിന്റെ മുകളിൽ, നോട്ട് ഓൾ, 80% പ്രൊഡക്റ്റിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് എ 100% നാച്ചുറൽ പ്രൊഡക്റ്റ്. 99.5% ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ആർ ഫ്രം ഓർഗാനിക് ഫാമിംഗ്. ഇതുപോലത്തെ ട്രാൻസ്പെറൻസിയുടെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് തിങ്, ഞങ്ങൾ അഫോർഡബിൾ ലക്ഷറി കൈൻഡ് ഓഫ് പ്രൈസിങ് വെച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫുൾ സെൻസോറിയൽ ലക്ഷൂറിയസ് എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് പാക്കേജിംഗ് ആൻഡ് എവറിഥിങ്. വി ആർ അറ്റ് 40 to 50% ഓഫ് the brands that we are competing against. അറ്റ്ലീസ്റ്റ് 20-25 പ്രൊഡക്റ്റ് എങ്കിലും ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു ഏതെങ്കിലും ഹീറോ പ്രൊഡക്റ്റ് ഉണ്ടോ? അതോ അപ്പോൾ ഇവിടെയുള്ള ഈ 4 പ്രൊഡക്ട്സ് ഇവിടെ ഉള്ളത് ഇത് ഞങ്ങളുടെ ഹീറോ പ്രൊഡക്ട്സ് ആണ്. ഇന്ന് ആരിത് വാങ്ങുന്നോ, comes back and buys it, I have a 45% repeat rate on these 4 products. ഇന്നത്തെ കാലത്ത് മിക്ക ബ്രാൻഡ്സും, അതായത് ഏത് സ്റ്റാർട്ടപ്പ് ആയാലും ആദ്യം ഓൺലൈനിലേക്ക് പോകും. കാരണം അവരെ സംബന്ധിച്ച് അതാണ് എളുപ്പം, പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിന് ടെസ്റ്റ് ചെയ്യാനും. നിങ്ങൾ പക്ഷെ ഓൺലൈനിലില്ല, വേറെ 6 കടകളായിട്ടാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്? ഡിജിറ്റലി വേണ്ട, ഫിസിക്കലി തന്നെ ചെയ്താൽ മതി എന്ന്? ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ എല്ലാം ട്രൈ ചെയ്തു, എല്ലാ ചാനലും ട്രൈ ചെയ്തു. ഞങ്ങളുടെ ലേണിംഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഓൺലൈൻ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ there is a certain amount of money that goes into it. There is a certain amount of time that goes into it. ഞങ്ങൾ എല്ലാവരുടെയും പ്രസന്റ് ആണ്. ഞങ്ങൾ ആമസോണിലുണ്ട്, ഓൾ ദീസ് മാർക്കറ്റ് പ്ലേസസിൽ ഞങ്ങളുണ്ട്. ഓൾറെഡി വി ആർ ഓൺ ബോർഡഡ് ഇൻ ദാറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ വെബ് സ്റ്റോറിൽ നിന്നും വിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാ റിപ്പീറ്റ് ബൈസിനുമാണ് അവിടെ ആൾക്കാർ വരുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം ഈ പ്രോഡക്റ്റ് എടുക്കുന്നത് ഒരു ഫിസിക്കൽ സ്പേസിൽ നിന്ന് തന്നെയാണ്. നിങ്ങളുടെ റിപ്പീറ്റ് റേറ്റ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹാവ് യു ഒബ്റ്റെയിൻ എനി ഫീഡ്ബാക്ക് ഫ്രം ദി ക്ലയന്റ്സ്? The word of mouth we received is huge. ഞങ്ങളും ഷാർപ്പ് വെഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് ബ്യൂട്ടി പെർസെന്റ് കെയർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ് ഫസ്റ്റ്, സോ ഫാസ്റ്റ് മൂവേഴ്സ്, ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് ഓഫ് ഫാസ്റ്റ് മൂവേഴ്സ് വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റ് റൂട്ട് എടുത്തത് അനുസരിച്ച് ഇപ്പോൾ ഈ ഫിസിക്കൽ റീറ്റെയിൽ ഉണ്ടല്ലോ, അത് വളരെ കുറച്ച് നീണ്ട യാത്രയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എത്ര ട്രാൻസാക്ടിങ് കൺസ്യൂമേഴ്സ് ഉണ്ട്? ഒരു മാസം. പിന്നെ നിങ്ങളുടെ സ്കെയിൽ എങ്ങനെയാണ്? 12 മാസം കൊണ്ട് ഈ സ്കെയിൽ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? We have around 2000 plus customers. ഇതിൽ 25% to 28% ലോയൽ കസ്റ്റമേഴ്സ് ആണ്. അവർ പിന്നെയും വരും. മാസം എത്ര ട്രാൻസാക്ട് ആണ് ബൈ ചെയ്യുന്നത് നിങ്ങളുടെ ഓർഡർ? Fluctuates from 1 lakh to 2 lakh. എന്ന് വെച്ചാൽ 50 to 100 കസ്റ്റമേഴ്സ് പെർ മന്ത്. അതെ. മാഡം, നിങ്ങളുടെ മാർജിൻ എത്രയാണ്? 2 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? എന്റെ കോഗ്സ് ഇപ്പോ 15% ആണ് ഇതിന്റെ പ്രോഡക്റ്റിലെ. അതിന്റെ 85% ഗ്രോസ് മാർജിൻ. അതെ, അതിന്റെ മേലെ അഗൈൻ, കാരണം മാർക്കറ്റിംഗിന്റെ കോസ്റ്റ് ഒന്നും ഇപ്പൊ കാര്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നത് അറൌണ്ട് ആഡ് ചെയ്തിട്ട് അറൌണ്ട് 40% എക്സ്ട്രാ. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 50% മാർജിൻ ഉണ്ട്. തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 1 ലക്ഷം ലാഭമുണ്ട് എന്ന് അസ്യൂം ചെയ്യാലോ അല്ലേ? തീർച്ചയായും. അപ്പോ പിന്നെ പൈസ എന്തിനാണ്? ഓൺലൈൻ ഇക്കോസിസ്റ്റം ഫുള്ളായി ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ടൈറ്റൻസ്, അതിനു മുന്നേ ഞാനൊന്ന് ഇടപെടുന്നുണ്ടേ. നമുക്ക് മാർക്കറ്റിംഗ് മാനൊന്ന് നോക്കാം. വരൂ മാം. അപ്പോൾ ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്ത് അതിൽ യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് ഈ പ്രൊഡക്റ്റിന് ഇപ്പോൾ എത്രമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു.
ഓൾമോസ്റ്റ് 50-50 ആണ്. നിങ്ങളുടെ ആസ്ക് എത്രയാണ്? It's 1 CR at 7% equity. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരുവിധം പ്രോഡക്ട്സ് ഒക്കെ സ്പ്രെഡ് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3-4 ഹീറോ പ്രോഡക്ട്സിലാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് 2 ലക്ഷത്തിന് ഒരു 50% മാർജിൻ തന്നെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വെദർ ഇറ്റ് ഈസ് ത്രൂ ആസിഡ് ലൈക്ക് മോഡൽ വിച്ച് ഈസ് നിങ്ങൾക്ക് മറ്റ് ഷോപ്പുകളിലൂടെയൊക്കെ അത് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ കസ്റ്റമർ ബേസ് കുറച്ചുകൂടി വൈഡർ ആകുമ്പോൾ അപ്പോഴായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും നിങ്ങളെ ഒരു സ്റ്റേജിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈതരാൻ ആഗ്രഹിക്കുന്നില്ല. Okay. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു 1 lakh 2 lakh സെയിൽ പെർ മന്ത് അതിൽ നിന്ന് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൈ തരാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ പാഷൻ ആൻഡ് എന്തൂസിയാസം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കാലം മുന്നോട്ട് പോകും. അതിൽ നിങ്ങൾക്ക് റൈറ്റ് ചാനൽ സ്ട്രാറ്റജി പിന്നെ റൈറ്റ് പുഷും കൂടെ കൊടുക്കണമെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇതിപ്പോ വളരെ ഏർലിയാണ്. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും അടുത്ത സീസണിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് പറ്റില്ല. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Thank you so much. പവൻ, താങ്കൾ പറയൂ. വെരി ഇംപ്രസ് വാട്ട് ദേ ക്രിയേറ്റഡ് ദെയർ. Thank you, sir. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് വിത്ത് എ കൺസ്യൂമർ പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈനിലേക്ക് പോകുക തന്നെയാണ് വേണ്ടത്. ആൻഡ് ഐ ഓൾവേസ് സേ ദിസ് ടെസ്റ്റ് ഏർലി ആൻഡ് വെരി ചീപ്പ്. ഇത് കുറച്ച് നേരത്തെ ആണെന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ട്. ടു റൈസ് ക്യാപിറ്റൽ നിങ്ങൾ ഇതിൽ കുറച്ചുകൂടി പ്രോഗ്രസ് ആകാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ കൈതരാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു പവൻ. Thank you. ഋഷഭ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഐ തിങ്ക് നിങ്ങൾക്ക് വേറെ വഴികൾ സ്വീകരിക്കാം. ആക്സിലറേറ്റർ പ്രോഗ്രാമിന് പോകാം. അമേസോൺ ആക്സിലറേറ്റർ, നൈക്ക് ആക്സിലറേറ്റർ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവിടുന്ന് നല്ല സപ്പോർട്ടും കിട്ടും. ദേ വിൽ ഹെൽപ്പ് യു ആൻഡ് ഹി വിൽ ഗെറ്റ് ദർ ആൻഡ് ദെൻ ദർ ബി പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ദറ്റ് POC ഈസ് ക്രിട്ടിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺസെപ്റ്റ് എന്തായാലും ക്രിട്ടിക്കൽ ആയിരിക്കും. കാരണം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് കാണിക്കണം. അതിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാവണം നിങ്ങളുടെ സെയിൽ എത്ര പോകുന്നു, മുന്നോട്ടാണോ എന്നൊക്കെ. ഐ തിങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതായത് ആഫ്റ്റർ ദാറ്റ് മേ ബി വി ക്യാൻ സ്പീക്ക്. ഇന്നെന്തായാലും ഐ എം സോറി, ഐ എം ഔട്ട്. Okay. താങ്ക് യു ടൈറ്റൻസ്. സാക്ഷി മാഡം, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ചു വരണമെന്നാണ്. Thank you. വീണ്ടും നിങ്ങളുടെ ഈ പ്രൊഡക്ട്സ് ഞങ്ങളുടെ ടൈറ്റൻസിന്റെ മുന്നിൽ വെക്കണം. എന്നിട്ട് വളരെയധികം സപ്പോർട്ടും പാർട്ണർഷിപ്പും ഇൻവെസ്റ്റ്മെന്റും എല്ലാം കൊണ്ടുപോകണം. Sure, Pratik. Thank you, Thank you സാക്ഷി so മാഡം. much. ഇവിടെ Thank വന്നതിന് you. വളരെ Thank നന്ദി. you. Thank you. ഐഡിയ ബസിന്റെ ഈ വേദിയിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ റീവാലുവേറ്റ് ചെയ്യാനും ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാനുമുള്ള ഒരു അവസരമുണ്ടായി. ടൈറ്റൻസിന് ഞങ്ങളുടെ പ്രൊഡക്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിങ് എല്ലാം വളരെ ഇഷ്ടമായി. വിച്ച് വാസ് വെരി ഹാർട്ടനിങ്, വിച്ച് വാസ് വെരി മോട്ടിവേറ്റിംഗ്. അതിൻ്റെ കൂടെ അവർ പോയിന്റ് ഔട്ട് ചെയ്തു, അതായത് ഞങ്ങളുടെ ഓൺലൈൻ സെയിൽസ് അതിലെന്തൊക്കെ ഗ്യാപ്സ് ഉണ്ട്, എന്തൊക്കെ ത്രെഷോൾഡ് ഉണ്ടായിരിക്കണം. സോ ഡെഫിനറ്റ്ലി ടേക്കിംഗ് ദാറ്റ് ഫീഡ്ബാക്ക് ഫ്രം ഹിയർ. ഇതിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യും. പിന്നെ അടുത്ത പ്രാവശ്യം പിന്നെയും വരാം ഐഡിയ ബസിലേക്ക്. ബെറ്റർ പിച്ചുമായി, കൂടുതൽ തയ്യാറെടുപ്പുകളുമായി, കൂടുതൽ ആവേശവുമായി.